അങ്ങനെ ഇന്ന് ഞങ്ങൾ ഹെലമോടെ ഹെയർ കട്ടിന് പോവാ. ഹെലമോളെ എവിടെ പോവാ? മുഴുവൻ മുടിയെല്ലാം അപ്പടി മെസ്സായി. അപ്പം നമ്മൾ പോയി മുടി വെട്ടിക്കാം അല്ലേ? ഹേവലൂട്ടിന് എന്ത് ചെയ്യേ? ഇങ്ങനെ ഹേവലൂട്ടിനും റെഡിയായി. ഞങ്ങൾ രാവിലെ ഹെലമോടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാ. അപ്പടി ഹെയർ എന്താ പറയുന്നത്, അവളുടെ മുടിയെല്ലാം അപ്പടി അങ്ങ് വളർന്നിട്ട് അവൾ ഭയങ്കര ഇറിറ്റേറ്റഡാണ്. സോ നമുക്ക് പോയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് വരാം. വായിന്നെടുക്ക് അങ്ങനെ എല്ലാം പറയാൻ പഠിച്ചല്ലേ ഹെൽമോളെ? അങ്ങനെ റെഡിയായി. ഞങ്ങളത് അപ്പുറത്തേക്ക് ഇറങ്ങി. ഹെൽമോൾ പശു വിട്ടെ. ഗുഡ് ഗേൾ. അമ്മയുടെ ചെരുപ്പ് അവിടെ വെച്ചോ? ഓക്കെ, ഞങ്ങളുടെ എല്ലാവരും ചെരുപ്പ് എടുത്ത് അടുക്കി വെച്ചു. ഓക്കെ, വെരി ഗുഡ്. ഷൂ ഇടേ. ഇനി രാത്രി മുഴുവൻ അലമ്പിയിട്ട് രാവിലെ യാത്ര പോകുന്ന ഹേവലൂട്ടൻ. ഇതാ നമ്മുടെ കാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാറിൽ കയറാം. ഹേവലൂട്ടിനെ പുറകിൽ വെച്ച് സെറ്റ് ചെയ്യട്ടെ. ഹെലമോളും പുറകിൽ കയറും. ഹെലമോടെ പാവയെ കാണിച്ച്. ഹെലമോടെ ബേബിയെ കാണിച്ച്. ബേബി ഇന്ത്യേ ഉടുപ്പൊന്നും ഇല്ലാത്തൊരു ബേബി. ഓക്കെ, കയറ്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി. ഹെലമോക്കൊരു ചെറിയ റൂം. ഇതാണ് കേട്ടോ ഹെലമോടെ മുടി വെട്ടാൻ വന്ന പാർലർ. അങ്ങനെ ഞങ്ങൾ സലൂണിലെത്തി. ഇതാണ് ആ സലൂൺ. ഇത് ആക്ച്വലി ബോയ്സിൻ്റെയൊക്കെ ഹെയർ കട്ട് ചെയ്യുന്ന സലൂണിലാണ് ഞങ്ങൾ ഹെലമോളെ ഹെയർ കട്ടിന് കൊണ്ടുവരുന്നത്. ഇത് നോക്കിക്കേ, ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മോഡൽസുകൾ വെച്ചിരിക്കുന്നത് കാണാം. ബൈക്കിൻ്റെ മോഡലുകൾ, എന്തായിരുന്നു, ഒരാൾ ഗണ്ണുമായിട്ട് നിൽക്കുന്നത്, ചെറിയ സ്കൂട്ടറുകൾ, ഒരു കാള അവിടെ നിൽക്കുന്നത്. പിന്നെ ഇതൊക്കെ അവിടുത്തെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെയാണ് കേട്ടോ. ഹെയറിൽ തേക്കുന്നതും ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് എംബ്ലംസും കാര്യങ്ങളും. ഇത് കണ്ടോ, ഇതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കാം. എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ചെറിയ കളക്ഷൻസാണ്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയത്തില്ല. ഇതുണ്ടോ, ഹെയർ കട്ട് ചെയ്യാണ്ടിരിക്കുന്ന ചെറിൻ്റെ മുകളിൽ ഉള്ള ആ ബോളും കാര്യങ്ങളൊക്കെ കണ്ടോ. ഈ ഒരു ചെറിയ മുറിയിലാണ് കേട്ടോ ഹെലമോടെ മുടി വെട്ടാൻ വേണ്ടി അവിടെയാണ് അവളെ ഇരുത്തിയത്. എൻ്റെ ചേട്ടൻ തലമുടിയൊക്കെ നല്ല വൃത്തിക്ക് ചീകി കൊടുക്കുക. ഹെലമോൾ ആക്ച്വലി ഭയങ്കര എന്താ പറയുന്നത്, വലിയ മുടി വെട്ടാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ചിരിച്ച് കളിച്ചിരിക്കുന്നതാണ് കാണുന്നത്. കാരണം കൈയും കാലും ഒക്കെ ഇട്ട് അനക്കുമായിരുന്നു. അവളുടെ കയ്യിൽ ടോയ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ഭയങ്കര അവളെ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയുക മനസ്സിലാക്കി ഇങ്ങനെ എന്താ പറയുന്നത് അവളെ കളിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെയാണ് മുടി വെട്ടിയത്. അവൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടനോട് ഇങ്ങനെ സുന്ദരിയാണ് അച്ചാച്ചൻ ഞെട്ടിപ്പോണം കാണുമ്പോൾ. അയ്യോ, ഹെലമോക്ക് ഡോറെ പോലെയാണ് ഇരിക്കുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അനങ്ങാതെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിരുന്നു. പിന്നെ പുറകിലേക്കൊക്കെ തിരിഞ്ഞ് നോക്കുകയാണ്. അപ്പോഴാണ് അവളവിടെ നമ്മുടെ വേറെ എന്തോ ഒരു മെഷീൻ കണ്ടത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംശയ നിവാരണം നടത്തുകയാണ്. ആ ചേട്ടനോട് തന്നെ ചോദിക്കുന്നത് ഇതെന്താണ്, ഇതെന്തിനാണ് എന്നിങ്ങനെ ചോദിക്കുക. പിന്നെ മുഖത്ത് മുടി വീഴുന്നത് ഒരു പ്രശ്നമായിരുന്നു. കാരണം ചൊറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ അതൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ടിഷ്യൂ ഒക്കെ വെച്ച് ചെറുതായിട്ട് തുടച്ചൊക്കെ കൊടുത്തു. ആക്ച്വലി ഞാൻ എന്തുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അവിടെ നമ്മൾ കുറേ നല്ല പാട്ടുകളൊക്കെ അവർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാട്ടുകൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുന്നത്, അത് കോപ്പിറൈറ്റ് അടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത്.
മിണ്ടാതെ ചേട്ടനോട് വർത്താനം പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഇച്ചും ഹേബിളൂട്ടനും വണ്ടിയിലിരിക്കുമായിരുന്നു. അന്നത്തേക്കും അവരും കയറി വന്നു. ഹെലൻ ചേച്ചിയുടെ ഹെയർ കട്ട് ചെയ്യുന്നൊക്കെ അതിശയത്തോടെ നോക്കി നിൽക്കുന്നു ഹേബിളൂട്ടൻ. അപ്പം വന്നപ്പോഴത്തേക്കും പിന്നെ ഹെലമോൾ കുറച്ചും കൂടെ ആക്റ്റീവായി. ഇതാണ് ഹെലമോടെ ഒരു ലുക്ക്. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. ആക്ച്വലി ഇവർ സംസാരിക്കുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചാനലിന് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഈ ഒരു സലൂണിനകത്ത് ഒരുപാട് ഐറ്റംസ് കേട്ടോ. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ പല പല തരത്തിലുള്ള ഐറ്റംസാണ്. ഹെലമ്മോക്കാണെങ്കിൽ മുഖമൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചെറിയ മുടിയൊക്കെ വീണിട്ട്. പിന്നെ അവസാനം ആ ചേട്ടൻ പെട്ടെന്ന് തന്നെ വെട്ടി അവസാനിപ്പിച്ചു. കുറേ സമയം എടുത്തു, എന്നാലും അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് അവൾ കുറച്ച് ഇറിറ്റേറ്റായി. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നു. ചേട്ടൻ കുറേ പാടുപെട്ടും മുടി വെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ അവസാനം ചെയ്യുന്ന ഈ ഒരു സംഭവമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സമയത്ത് നല്ലതുപോലെ ഇരുന്നു. പിന്നെ ചെന്നപ്പോൾ തുടങ്ങി ചേട്ടനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ജെല്ലിട്ട് തരണേ അങ്കിളെ, ജെല്ലിട്ട് തരണേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത് ജെല്ലിടുന്ന പോലെ ഒന്ന് ആക്ഷൻ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചേട്ടൻ അവിടെ നിന്ന് എന്തോ ഒരു ക്രീം ഇത്തിരി എടുത്തിട്ട് തലയിൽ തേച്ച് കൊടുത്തു. അതോടുകൂടി ഭയങ്കര ഹാപ്പിയായി. ഫുൾ ഹെയർ കട്ടെല്ലാം കഴിഞ്ഞു. അങ്ങനെ ദേഹത്തുള്ള മുടികളെല്ലാം തട്ടിക്കളഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാം സെറ്റാക്കി പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ തലയിലെന്തോ തേച്ച് കൊടുത്തത് കൊണ്ട് ഹാപ്പിയായി. വേണ്ട നീ അങ്കിളിനോടൊക്കെ ഹാപ്പി ആയിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും ഹെലമോളിപ്പം. അതുകൊണ്ട് അച്ചേട്ടൻ താങ്ക് യു പറയുന്നതാണ് കാണുന്നത്. അങ്ങനെ കയ്യിലൊരു കാർ ഇരിപ്പുണ്ടായിരുന്നു. കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ പേയ്മെൻറ്റൊക്കെ കൊടുത്തു. ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഒരു 3D ആണ് കേട്ടോ. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പേടിയിട്ട് അടുത്തോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ ഇത് അവിടുത്തെ ഒരു കുഞ്ഞ് അക്വേറിയാണ് കേട്ടോ. കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹെലമോൾ എന്നോട് അവസാനം പറഞ്ഞു ഇതൊന്ന് പിടിക്കുമോ അമ്മയും ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഹെലമോൾ ഹെയർ കട്ടൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളവിടെ നേരെ ഫിഷ് മാർക്കറ്റിൽ പോയി, ഫ്രൂട്ട് മാർക്കറ്റിൽ പോയി. ഓക്കെ നമ്മളിപ്പോൾ കളർ അടിക്കുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് കയറി അച്ചാച്ചൻ കൂടെ വന്നിട്ട് കളർ അടിക്കാം. വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നേ ഇല്ല. ഞങ്ങൾ ഹെലമോടെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നേരെ ഫിഷ് മാർക്കറ്റിൽ പോയി, വെജിറ്റബിൾ മാർക്കറ്റിൽ പോയി. ഞങ്ങൾ ഇച്ചിരി മീനൊക്കെ വാങ്ങിച്ചു, ഇച്ചിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വ്ളോഗ് കാണുകയാണെങ്കിൽ നിങ്ങൾ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, ലൈക്ക് അടിക്കണം. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ഇടണം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ടേക്ക് കെയർ, ബൈ ബൈ, സീ യു വിത്ത് അനദർ വീഡിയോ.